കഞ്ചാവ് താടി പറഞ്ഞത് ശരിയാണ്, ഷാഫി കള്ളനാണ്. അപ്പം കഞ്ചാവ് താടി, എൻ്റെ താടിയിൽ കഞ്ചാവ് ഇല്ലല്ലോ, എൻ്റെ താടിയിൽ കഞ്ചാവില്ല അല്ലേ? എൻ്റെ മുഖത്ത് എവിടെയെങ്കിലും കഞ്ചാവിൻ്റെ എന്തെങ്കിലും ലക്ഷണമുണ്ടോ? പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് ഞാൻ കഞ്ചാവ് എടുത്തു എന്ന് പറഞ്ഞു? അതാണ് നമ്മളുടെ ആദ്യത്തെ മിസ്റ്റേക്ക്. പിന്നെ ഷാഫി കള്ളം പറഞ്ഞു എന്ന് പറയുന്നത്, ഷാഫി സംഘടന NPT എന്ന് പറഞ്ഞ ഒരു ഭയങ്കര വലിയ സംഘടനയാണ്, ഞങ്ങൾ ഇത്രയും ആൾക്കാരുണ്ട് എന്നൊക്കെ ഭയങ്കര വലിയ വാചകം അടിച്ചുകൊണ്ടാണ് ഞാനുമായിട്ട് ആദ്യം അടുക്കുന്നത്. ഞങ്ങൾ ഗ്രൂപ്പാണ്, ഭയങ്കര സംഭവമാണ്. പക്ഷേ അതിനകത്ത് ഇരുന്നുണ്ട് ഞെരിവിരി കൊള്ളുന്നൊരവസ്ഥ. അതാണ് കള്ളത്തരം എന്ന് പറഞ്ഞത്. പക്ഷേ അതിനകത്ത് താടിയും മുടിയൊന്നും വലിക്കാൻ പാടില്ല, വളർത്താൻ പാടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഏതോ ഒരാൾ എവിടെയോ ഇരുന്നുകൊണ്ട് ബാക്കിയുള്ളവരെ എല്ലാവരെയും നിയന്ത്രിക്കുന്നു. മാതാപിതാക്കൾ മക്കളുമായിട്ട് സഹകരിക്കാൻ പാടില്ല, ഇവർ പറയണ പോലെ കേട്ടില്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്താക്കും. അതാണ് കള്ളത്തരം എന്ന് പറഞ്ഞത്. ഈ സംഘടനയിൽ ഒരു മഹത്വമില്ല. ആ മഹത്വം ഉണ്ടെന്ന് പറഞ്ഞതാണ് ഷാഫിയുടെ കള്ളത്തരം. അതാണ് ഷാഫിനെ ഞാൻ കള്ളനെന്ന് വിളിച്ചത്, മനസ്സിലായ? അതിൽ വേറൊന്നും കൊണ്ടല്ല. ആ സംഘടനയിൽ നിന്നപ്പോൾ ഷാഫി ഈ സംഘടന ഭയങ്കര വലിയ സംഭവമാണ്, പക്ഷെ അതിൻ്റെ പ്രവൃത്തി കണ്ടപ്പോൾ, മനുഷ്യരുമായിട്ട് ഷാഫി സഹകരിച്ചപ്പോൾ ഈ സംഘടന നമുക്കൊരു വയ്യാവേലിയാണെന്ന് ഷാഫിക്ക് മനസ്സിലായി. അപ്പോഴാണ് ഷാഫിയിൽ തന്നെയുള്ള ഷാഫിയുടെ കള്ളത്തരം ഷാഫിക്ക് മനസ്സിലായി. ദേ ഇപ്പൊ ഇങ്ങനെ സ്വസ്ഥമായിട്ട് ഇങ്ങനെ ഇരിക്കും. അതെ, അതുകൊണ്ട് അതിലുള്ള സമയത്ത് എടുത്ത കഞ്ചാവും കൂടി ഈ മനുഷ്യനെ കണ്ടതോടെ പിന്നെ നിർത്തേണ്ടി വന്നതെന്നുള്ളതാണ്. പിന്നെ ഒരു കഞ്ചാവിന്റെ ആവശ്യം വന്നില്ല. അപ്പൊ താടിയല്ല കഞ്ചാവിന്റെ സിമ്പല്, അത് ആദ്യം മനസ്സിലാക്കണം. അത് വലിക്കുമ്പോൾ, അത് ചുരുട്ടി വലിക്കുമ്പോൾ പുക വരുന്നതാണ് ഒരു മനുഷ്യൻ കഞ്ചാവാണ് വലിക്കണമെന്ന് അയാളോട് ചോദിച്ചു നോക്കണം, മനസ്സിലായ? അല്ലാതെ ഈ താടിയൊക്കെ ഇത് ഇതിന്റെ കൂടെ ഉള്ളതാ, ഇത് കഞ്ചാവല്ല, അതുപോലും അറിയില്ലെങ്കിൽ അതാണ് നിങ്ങളുടെ കുഴപ്പം, അല്ലെ ഞങ്ങളുടെ കുഴപ്പം. ആയിക്കോട്ടെ.